നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ റിവിഷന്റെ എല്ലാം ഭാഗമായിട്ട് കുറച്ചുകൂടെ ടോപ്പിക്സ് നോക്കാൻ പോകണം ഇന്ത്യൻ ജോഗ്രഫിയിൽ. ഏകദേശം ഈ ടോപ്പിക്കോട് കഴിയുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും അല്ലെങ്കിൽ നോട്ട്സ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ജോഗ്രഫിയിലെ റാൻഡം ടോപ്പിക്സ് ആണ് മിനറൽസ്, അതുപോലെ അതുപോലെ എനർജി, അതുപോലെ ഇൻഡസ്ട്രി. ഈ മൂന്നെണ്ണത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എക്കണോമിക്സ് ആണോ ജോഗ്രഫി ആണോ എന്ന് വെച്ചാൽ എക്കണോമിക് ജോഗ്രഫിയിൽ പെട്ട ഒരു ഏരിയ ആണ്. ഏതാണ്? എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ജോഗ്രഫി. അത് ജോഗ്രഫി ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സ് ഉണ്ട്. സോ എക്കണോമിക് ജോഗ്രഫി നമ്മൾ ഈ ഏരിയനെ വിളിക്കുക. സോ എക്കണോമിക് ജോഗ്രഫിയിൽ പെട്ട ഒരു ഏരിയ ആണ് ഈ പറയുന്ന മിനറൽസ്, എനർജി ആൻഡ് ഇൻഡസ്ട്രി. ഇതിൽ മിനറൽ ടോട്ടലി ജോഗ്രഫിക്കലാണെങ്കിലും, ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ജോഗ്രഫിയുടെ ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും, ഇൻഡസ്ട്രി, എനർജി എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് ഭാഗത്തും വരും. ഇൻഡസ്ട്രിയുടെ ലൊക്കേഷനൊക്കെയാണ് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആസ്പെക്ട്സ് വരും. അതേപോലെ ഇൻഡസ്ട്രിയുടെ ബാക്കി എല്ലാ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്ന എക്കണോമിയാണ്, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഇന്ത്യൻ എക്കണോമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ എക്കണോമിയുടെയും ജോഗ്രഫിയുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ നമുക്കത് എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് പഠിക്കാം, ചില സ്ഥലങ്ങളിൽ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് പഠിക്കാം. ഇവിടെ നമ്മൾ ജോഗ്രഫിയിൽ രണ്ടിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കണ്ടംപററി ഇന്ത്യ പാർട്ട് 2 എന്ന് പറയുന്ന NCERT ക്ലാസ് 10 NCERT-യിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ടും ഇതിന് പറയുന്ന നോട്ട് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം, സാർ ഞാൻ എവിടെ നോക്കിയാണ് പഠിക്കേണ്ടത്, ഏതാണ് എൻ്റെ അൾട്ടിമേറ്റ് റിസോഴ്സ്? മിനറൽസ് എല്ലാം പഠിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെ നോക്കി പഠിക്കും? ക്ലാസ്സുകൾ അത്ര നന്നായിട്ട് കിട്ടാനുമില്ല. ഇനി പഠിക്കാൻ പോയാൽ തന്നെയുള്ള കുഴപ്പം എന്താ? മിനറൽസ്, ഇന്ത്യയിൽ എത്ര മിനറൽസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഖനികളുണ്ട്, എവിടെ ഏതെല്ലാം മൈനുകളിൽ മിനറൽസിനെ നമ്മൾ എടുക്കുന്നുണ്ട്, അതിന്റെ ഫംഗ്ഷൻസ് പഠിക്കുക, അതിന്റെ എക്സാമ്പിൾസ് പഠിക്കുക, ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എനർജി, ഇന്ത്യയിൽ സോളാർ എനർജി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന എവിടെ, അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി എവിടെ, അല്ലെങ്കിൽ തെർമൽ എനർജി എവിടെ, ഇതെല്ലാം പഠിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. സ്റ്റീൽ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഉണ്ട്, കോട്ടൺ ഇൻഡസ്ട്രി ഉണ്ട്, ജൂട്ട് ഇൻഡസ്ട്രി ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും, കോട്ടേജ് മുതൽ പിടിച്ച എല്ലാത്തിനും ഇൻഡസ്ട്രീസ് ഉണ്ട്. നമ്മൾ 5 ഇയർ പ്ലാൻ എല്ലാം പഠിക്കാൻ നേരത്തെ കുറെ ഇൻഡസ്ട്രീസ് പഠിക്കുന്നുണ്ട്. സോ ഇതെല്ലാം എവിടെ നോക്കി പഠിക്കണം എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ആകെയുള്ളൊരു ഉത്തരം NCERT-യിൽ നിന്നാണ്. ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും NCERT-യിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. NCERT-യിൽ നേരിട്ട് പിക്ക് ചെയ്ത ചോദ്യങ്ങളാണ് വരാറുള്ളത് പൊതുവേ. സോ NCERT-യിലെ ഈ പറയുന്ന 10ാം ക്ലാസ് കണ്ടംപററി ഇന്ത്യ 1 എന്ന് വിളിക്കുന്ന സോഷ്യൽ സയൻസിന് NCERT. സോ 10ാം ക്ലാസ്സിലെ NCERT-യുടെ സൈറ്റിൽ കയറാൻ നിങ്ങൾക്ക് കിട്ടും. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് NCERT ചാപ്റ്റർ 5 ആൻഡ് ചാപ്റ്റർ 6 എടുത്താൽ മതി. ചാപ്റ്റർ 5-ൽ മിനറൽ ആൻഡ് എനർജി ഉണ്ട്, ചാപ്റ്റർ 6-ൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഈ പറയുന്ന ചാപ്റ്റർ ഒന്ന് വൃത്തിക്ക് വായിച്ചിട്ട് പോയാൽ മതി, അതിന്റെ ഉള്ളിൽ നിന്നേ ടോപ്പിക്കുകൾ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതുപോലുള്ള റാൻഡം ടോപ്പിക്സ് വരുമ്പോൾ, നോട്ട്സ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് വരുമ്പോൾ NCERT-നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. കാര്യം ഒരു എക്സാമിനർ ചോദ്യം വിടുന്നത് അത്ര പോപ്പുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടുന്ന് വേണമെങ്കിലും ചോദ്യം ഇടാം. ആ സമയത്ത് അത്ര പോപ്പുലർ അല്ലാത്ത, നോട്ട്സ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഒന്നെങ്കിൽ NCERT, അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ്. കറണ്ട് അഫേഴ്സിൽ പുതിയ ഇതിൽ മൈൻ വന്നു, പുതിയ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നോക്കണം. അതല്ലാതെ ഒരു ടോപ്പർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ആവറേജിന് മുകളിൽ എത്തണമെങ്കിൽ, ടോപ്പ് ചെയ്യണമെങ്കിൽ എല്ലാവരും പഠിച്ചിട്ട് പോകുന്ന സാധനമാണ് NCERT വായിച്ചേ പറ്റുള്ളൂ. എല്ലാവരും കിട്ടുന്ന ചോദ്യം നമുക്ക് കിട്ടണം. ആർക്കും കിട്ടാത്തൊരു അത്രയും റിമോട്ട് ആയിട്ടുള്ള, അത്രയും റാൻഡം ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ഇന്ത്യയിൽ എവിടെയാണ് സ്ഥലം, ഒരു ഇൻഡസ്ട്രിയുടെ ലൊക്കേഷൻ ഒക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് ആർക്കും കിട്ടില്ല. ആ ഒരു മൂഡിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷെ NCERT-ലുള്ളത് പഠിച്ചിട്ട് പോവാ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ടാവും, അത് നോക്കിയിട്ട് പോകും. ഓക്കെ, തുടക്കം നമുക്ക് ഈ മിനറൽസിലേക്ക് പോവാം. മിനറൽസിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മിനറൽസ് NCERT-യിൽ കൊടുത്തിട്ടുള്ളതാണ്. മെറ്റാലിക്കും ഉണ്ട്, നോൺ മെറ്റാലിക്കും ഉണ്ട്, അതുപോലെ എനർജിയും ഉണ്ട്. നമ്മൾ ഇത് മൂന്നായിരിക്കും കവർ ചെയ്യുക. ഫെറസ്, നോൺ ഫെറസ്, പ്രഷ്യസ്. പ്രഷ്യസിൽ ഗോൾഡ്, സിൽവർ ഒക്കെ വരും. നമ്മൾ ഗോൾഡാ മെയിൻ ആയിട്ട് നോക്കാം, ഗോൾഡാ ചോദിക്കാറുള്ളൂ. അതുപോലെ നോൺ ഫെറസിൽ കോപ്പർ, ലെഡ്, ബോക്സൈറ്റ്. അതിൽ മെയിൻ ആയിട്ട് ചോദ്യങ്ങൾ വരുന്നത് ബോക്സൈറ്റിൽ നിന്നാണ്. ഫെറസിലെ അയൺ, മാഗ്നീസിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ പൊതുവെ ചോദിക്കാറ്. സോ ഒരു ഡിവിഷൻ അറിഞ്ഞിരിക്കുക. നോൺ മെറ്റാലിക്കിൽ മൈക്ക വരുന്നുണ്ട്, മാർബിൾ, ഗ്രാനൈറ്റ്, ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ വരുന്നുണ്ട്. എനർജിയിൽ കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ മൊത്തം എക്സ്പോർട്ടറാണ്. നമ്മൾ എനർജി പൊതുവേ എക്സ്പോർട്ട് ചെയ്യുകയാണ്. യുറാനിയം ആയാലും, അതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ ആയാലും, നാച്ചുറൽ ഗ്യാസ് ആയാലും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാണ്. സോറി, എക്സ്പോർട്ട് അല്ല, വേറെ രാജ്യങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് മേടിക്കുകയാണ്. നമ്മൾ ഒരുപാട് പൈസ ചെലവാക്കുന്ന ഏരിയ. അപ്പൊ നമുക്ക് തന്നെ കുറച്ച് മൈൻസ് ഉണ്ട്, നമുക്ക് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നല്ല കാര്യമല്ലേ. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ചോദ്യങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോളൂ. പഞ്ച്പത് മലി
പഞ്ച്പട്മലി എന്ന് കൊറാപ്പുട്ട് ഡിസ്ട്രിക്ട്, ഒഡീഷയിലെ കൊറാപ്പുട്ട് ഡിസ്ട്രിക്റ്റിലുള്ള ഡെപ്പോസിറ്റ്, അവിടെ ഉള്ളത് ഏത് മിനറൽ ആണ്? ചുരുക്കം പറഞ്ഞാൽ ലൊക്കേഷൻ, മേജർ ലൊക്കേഷൻ മിനറൽ. ഇവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്. സത്യം നീ എല്ലാ മിനറൽസിന്റെ ലൊക്കേഷൻ പഠിക്കുക, അല്ലെങ്കിൽ മിനറൽസിന്റെ എല്ലാതെ ലൊക്കേഷൻ പഠിക്കുക വെച്ചാൽ എളുപ്പമല്ല. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള മേജർ കാര്യങ്ങൾ കവർ ചെയ്യാം, അതെങ്കിലും കവർ ചെയ്തിട്ട് പോവാം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇതിനു വേണ്ടി ഇരിക്കാൻ പറ്റില്ല എന്നുള്ളവര്, അല്ലെങ്കിൽ റിവിഷൻ എന്നുള്ള മൂഡിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇതിനെങ്കിലും കവർ ചെയ്യുക. ഈ പറയുന്ന സാധനം NCERT ഉള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എടുത്തോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫേമസ് പെട്രോളിയം സൈറ്റ് ഇൻ ഗുജറാത്ത്? ഗുജറാത്തിലെ പെട്രോളിയം സൈറ്റ്, ഇതും NCERT ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തത് ഫോളോയിങ് മൈൻസ് ആർ ഫൗണ്ട് ഇൻ അബണ്ടൻസ് ഇൻ കർണാടക. കർണാടകയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത്? ഇതും NCERT ഉള്ളതാണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബേസിൻസ് ഈസ് നോൺ ഫോർ ഹാവിംഗ് ലാർജ് എമൗണ്ട് ഓഫ് കോൾ? ഏറ്റവും കൂടുതൽ കോൾ ഉള്ള ഏരിയ ഏതാണ്? ഇതും NCERT ഉള്ളതാണ്. ഈ 4 ക്വസ്റ്റ്യൻസും NCERT പിക്ക് ചെയ്തിട്ടുള്ളതാണ്. ലൈൻ ബൈ ലൈൻ NCERT ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് പഠിക്കാം. ആദ്യം നോക്കാം അയൺ ഓർ. ഏതൊക്കെയാണ് അയൺ ഓർ? അയൺ ഒരു ബേസിക് മിനറൽ ആണ്, ബാക്ക് ബോൺ ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണ്. മാഗ്നൈറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് അയൺ ഓർ, ഹെമറ്റൈറ്റ് ആണ് രണ്ടാമത്തത്. സോ മാഗ്നൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പോലും നമ്മൾ മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ അതും അയണാണ്, ഹെമറ്റൈറ്റും അയൺ തന്നെയാണ്. അയണിന്റെ പല ഓറുകളാണ്, അയിരുകൾ നമ്മൾ പറയില്ല, ഓറുകളാണ്. അടുത്ത മാഗ്നീസ് സ്റ്റീൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഓൾസോ ഫോർ ബ്ലീച്ചിങ് പൗഡർ, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെയിന്റ്. പൊതുവെ സ്റ്റീലിന് വേണ്ടി ഉപയോഗിക്കുക. 10 കിലോ പെർ ടൺ ഓഫ് സ്റ്റീൽ. ഒരു ടണ്ണ് സ്റ്റീൽ ഉണ്ടാക്കണമെങ്കിൽ 10 കിലോ മാഗ്നീസ് വേണം. സ്റ്റീൽ നമ്മുടെ മേജർ സാധനമല്ലേ, സ്റ്റീൽ കൊണ്ടല്ലേ കൺസ്ട്രക്ഷൻ മൊത്തം നടക്കുന്നത്. കൺസ്ട്രക്ഷൻ ആയാലും ഇൻഫ്രാസ്ട്രക്ചർ ആയാലും എന്ത് സാധനം നമ്മൾ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കണേ. സോ ഇത് രണ്ടും സ്റ്റീലിന് നിർബന്ധമാണ്. അടുത്ത കോപ്പർ, മാലബിൾ ആണ്, ഡക്റ്റൈൽ ആണ്. മാലബിൾ ഡക്റ്റൈൽ എന്ന് വെച്ചാൽ അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റും ഇലക്ട്രിസിറ്റി ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഇലക്ട്രിക് കേബിൾസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്നുണ്ട്, കെമിക്കൽ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗം ഒറ്റ വരിയിലൊന്ന് അറിഞ്ഞിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അടുത്ത കോപ്പർ, അടുത്ത ബോക്സൈറ്റ്, ഓർ ഓഫ് അലൂമിനിയം. അലൂമിനിയം നമുക്ക് കിട്ടുന്ന, അലൂമിനിയം യൂട്ടൻസിൽസ് ആയാലും ബാക്കി എല്ലാ കാര്യത്തിലും ഉപയോഗിക്കുന്ന അലൂമിനിയം നമുക്ക് കിട്ടുന്ന എവിടുന്ന? ബോക്സൈറ്റിൽ നിന്നാണ്. നമ്മൾ ഹെമറ്റൈറ്റും മാഗ്നൈറ്റും അയണിന്റെ ഓറ എന്ന് പറഞ്ഞതുപോലെ ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ ഓറ എന്ന് ഓർക്കുക. ഫോംസ് ഫ്രം റെസിഡ്യൂൽ വെതറിംഗ്. അലൂമിനിയം ഇസ് ലൈറ്റ്, സ്ട്രോങ് ആൻഡ് ഗുഡ് കണ്ടക്ടർ ആൻഡ് മാലബിൾ ആണ്. ഓക്കെ, അടുത്തത് മൈക്ക. മൈക്ക എന്താ? സ്പ്ലിറ്റ്സ് ഇൻ ടു തിൻ ഷീറ്റ്. ചെറിയ ഷീറ്റുകളായിട്ടുള്ള ഒരു സാധനമാണെന്ന് വിചാരിക്കുക. ചെറിയ ഷീറ്റുകളായിട്ട്, മാർബിളൊക്കെ പോലെ ചെറിയ ഷീറ്റുകളായിട്ടുള്ളതാണ്. ഈ 4 പേരും കണ്ടക്ടേഴ്സ് ആണെങ്കിൽ മൈക്ക ഒരു ഇൻസുലേറ്റർ ആണ്, ഒരു നല്ല ഇൻസുലേറ്റർ ആണ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ അല്ലെങ്കിൽ ഹീറ്റിനെ നല്ലോണം കടത്തി വിടുന്ന ആൾക്കാരാണ് കണ്ടക്ടേഴ്സ്. മൈക്ക ഈ കറണ്ടിനെയോ അല്ലെങ്കിൽ ഹീറ്റിനെയോ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരാളാണ്. എക്സലന്റ് ഇൻസുലേറ്റർ ആണ്. അതിന്റെ യൂസ് അതാണ്. ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ലൈം സ്റ്റോൺ എന്തിനാ? സിമെന്റിന്റെ മെയിൻ ആയിട്ട് സിമെന്റിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ആണ്. നോൺ മെറ്റാലിക് റോക്ക് മിനറൽസ് ആണ്. സ്മെൽറ്റിംഗ് അയൺ ഓർ സ്മെൽറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫർണസുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, യുറാനിയം. നിങ്ങൾക്ക് അറിയാം കോൾ ഒരു ഫോസിൽ ഫ്യൂൽ ആണ്. അതെന്തിനാ ഉപയോഗിക്കുന്നത്? തെർമൽ പവർ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് റെയിൽവേയിലൊക്കെ ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ ട്രെയിനിൽ ഉപയോഗിക്കുന്നില്ല. അപ്പൊ മിക്കവാറും ട്രെയിനെല്ലാം ഡീസലും അതുപോലെ തന്നെ ഇലക്ട്രിക്കുമായി മാറി. ശേഷം നാച്ചുറൽ ഗ്യാസ്, അതുപോലെ പെട്രോളിയം. നിങ്ങൾക്ക് അറിയാം ബ്ലാക്ക് ഗോൾഡ് എന്ന് വിളിക്കുക പെട്രോളിയത്തിനെ. മെയിൻ ആയിട്ട് വണ്ടികളിലെല്ലാം, ഇൻഡസ്ട്രീസിലും വണ്ടികളിലെല്ലാം പെട്രോൾ ഇല്ലാതെ മുന്നോട്ട് പോകില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നാച്ചുറൽ ഗ്യാസ് ക്ലീൻ ആയിട്ടുള്ള ഫ്യൂലാണ്. അതും പവർ ജനറേഷൻ ഇൻഡസ്ട്രി, അതുപോലെ CNG എന്നുള്ള കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന രീതിയിൽ വണ്ടികളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. തോറിയം, യുറാനിയം എന്തിനാ? മേജർ ആയിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലാണ് ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ പവർ വേണ്ടടുത്ത് തോറിയം, യുറാനിയം ഉപയോഗിക്കുന്നു. തോറിയം പൊതുവെ കിട്ടുന്നത് കേരളത്തിൽ നിന്നാണ്. നമുക്ക് ലൊക്കേഷൻ പഠിക്കാം. സോ ഇത്രയാണ് മേജർ ആയിട്ടുള്ള മിനറൽസ്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മിനറൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുക എന്നുള്ളതാണ്. ഇത് NCERT ബേസ് ചെയ്തിട്ടുള്ള നോട്ടാണ്, നിങ്ങൾ പഠിക്കുക. നമ്മൾ ഇത്ര നാളും പഠിച്ച പോലെ അത്രയും ഡെപ്തിലൊന്നും ഈ കാര്യങ്ങൾ പഠിക്കാനില്ല. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഏറ്റവും കൂടുതൽ അയൺ ഓർ ഉള്ളത് ഒഡീഷയിലാണ്. ഒഡീഷയിലെ ബദംബഹാർ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറയുന്ന ഓരോന്നും അത്രയും എന്താ പറയാ ചുരുക്കിയാണ് നിങ്ങൾക്ക് ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. പഠിക്കാനാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ NCERT-ലും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലും കാര്യമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബദംബഹാർ ഒഡീഷ, ജാർഖണ്ഡിലെ ഗോവ, അതുപോലെ നവമുണ്ടി, ഛത്തീസ്ഗഡിലെ ബൈലാദില, മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂർ, കർണാടകയിലെ ബെല്ലാരി, ചിത്രദുർഗ, ചിക്കമംഗളൂരു, അതുപോലെ തുമക്കൂരു ബെൽറ്റ്. ആ ഒരു ഏരിയ മൊത്തത്തിൽ നമ്മൾ ബെൽറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്ത്യയുടെ മാപ്പ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ഏരിയ കവർ ചെയ്യുന്ന ആ ഒരു ബെൽറ്റ്. പിന്നെ കുതിരമുഗ് ഇമ്പോർട്ടന്റ് ആണ്. ചന്ദ്രാപൂർ, ഈ പറയുന്ന ഓരോ പേരുകളും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക.
ഗോവ രത്നഗിരി, ഗോവയിലെ രത്നഗിരി ഏരിയ, മഹാരാഷ്ട്ര ഗോവയിലെ ആ ഒരു ഏരിയ. അടുത്ത മാഗ്നീസ് മെയിൻ ആയിട്ട് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, കർണാടക, ആന്ധ്ര ആ ഒരു റീജിയനിലുണ്ട്. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഏരിയ കൊടുത്തിട്ടുള്ള NCERT-യിൽ. കോപ്പർ മെയിൻ ആയിട്ട് ബാൽക്കട്ട്, എവിടെ? മധ്യപ്രദേശിലെ ബാൽക്കട്ട്. അതുപോലെ രാജസ്ഥാനിലെ ഖേത്രി, ഇമ്പോർട്ടന്റ് ആണ് രാജസ്ഥാനിലെ ഖേത്രിയും ബാൽക്കട്ടും. സിംഗ്ഭം ഇൻ രാജസ്ഥാൻ. ഈ 3 ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോപ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ഓപ്ഷനിൽ ഉണ്ടാവും, അതായിരിക്കും ശരി. ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ പഞ്ച് പട്മാലി, നമ്മൾ കുറച്ച് പേര് ക്വസ്റ്റ്യൻ കണ്ടതാണ്. ബോക്സൈറ്റ് പഞ്ച് പട്മാലി ഒഡീഷ, ഗുജറാത്ത്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമ്മൾ എടുക്കുന്നുണ്ട്. മൈക്ക എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ കൊദർമ ഗയ ഹസാരിബാഗ് ബെൽറ്റ് ആണ്. കൊദർമ ഗയ ഹസാരിബാഗ് ബെൽറ്റ്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ അജ്മീർ, ആന്ധ്രയിലെ നെല്ലൂർ ബെൽറ്റിൽ. ലൈംസ്റ്റോൺ കാണപ്പെടുന്ന സെഡിമെന്ററി റോക്സിൽ എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട്. ഒരുപാട് സംസ്ഥാനങ്ങളിലുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നില്ല ലൈംസ്റ്റോണെ പറ്റി. പക്ഷെ NCERT-യിൽ അങ്ങനെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് സെഡിമെന്ററി റോക്ക് എന്ന്. സോ നോക്കി വെക്കുക. സോ പഞ്ച് പത്മാലി, കൊറാപ്പുട്ട് ഡിസ്ട്രിക്ട് ഇൻ ഒഡീഷ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ബോക്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാ. ഓക്കെ, അലൂമിനിയമായിട്ട് ബന്ധപ്പെട്ടതാ. ഇനി നോക്കാം, പ്രൊഡക്ഷൻ ഓഫ് മാഗ്നീസ് ഷോയിങ് സ്റ്റേറ്റ് വൈസ് ഇൻ 2018-19 മാഗ്നീസ്, ഏറ്റവും കൂടുതൽ മാഗ്നീസ് ആ സമയത്ത്, മഗ്നീഷ്യ അല്ല മാഗ്നീസ് ഉണ്ടായിക്കൊണ്ടിരുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണെന്ന് നോക്കുക. 33% മധ്യപ്രദേശ് ആയിരുന്നു 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര ആയിരുന്നു, ഓർത്തു വയ്ക്കാം. പിന്നീട് ഒഡീഷ, കർണാടക, ആന്ധ്ര, അതേഴ്സ്. സോ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ്, 2ാമത് മഹാരാഷ്ട്ര. എംസ് ആണ് മാഗ്നീസ്, മധ്യപ്രദേശ് MAയും MHും ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ധാരണ ഉണ്ടാവുന്നത്. അടുത്ത NCERT-ലുള്ള ഇമേജ് ആണ് ലൈംസ്റ്റോൺ. ഏറ്റവും കൂടുതൽ ലൈംസ്റ്റോൺ ഉണ്ടാക്കുന്ന എവിടെ? ഏറ്റവും കൂടുതൽ ലൈംസ്റ്റോൺ ഉണ്ടാക്കുന്ന എവിടെയാണ്? അത് നോക്കിയിട്ട് പറ. രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ലൈംസ്റ്റോൺ. സോ ലൈംസ്റ്റോൺ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തുടക്കം തന്നെ ഓർത്ത് വയ്ക്കുക രാജസ്ഥാൻ. 2ാമത്തത് ആയിട്ട് ഇവിടെ മധ്യപ്രദേശും ആന്ധ്രാപ്രദേശും ഉണ്ട്. സോ 2ാമത്തതായിട്ട് ആന്ധ്രാപ്രദേശ് ആൻഡ് മധ്യപ്രദേശ്. പൊതുവേ ചോദിക്കാനുള്ള ചോദ്യത്തിന് ഉത്തരം രാജസ്ഥാൻ ആവാറാണ് പതിവ്. ഓക്കെ, അടുത്തത് പവർ. നമ്മൾ എനർജിയിലേക്ക് കടന്നു. മേജർ ആയിട്ടുള്ള മിനറൽസിന്റെ ഒരു ടേബിൾ പഠിച്ചു. അത്രയൊക്കെ പഠിക്കാൻ നമുക്ക് പറ്റുള്ളൂ. NCERT-ലുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി പവർ സോഴ്സ് അല്ലാതെ നോക്കുമ്പോഴോ കോൾ നോക്കുക. കോളാണ് ഏറ്റവും കൂടുതൽ പവർ സോഴ്സ്. അതായത് ഇന്ത്യയിലെ തെർമൽ പവർ പ്ലാന്റുകള് ഇതിന് മെയിൻ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നത്, ഈ തെർമൽ പവർ പ്ലാന്റുകൾക്ക് മേജർ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാ? അത് കോളാണ്. 2ാമത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് സോളാർ ആണ്. സോ റിന്യൂവബിളില് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏതാ? സോളാർ ആണോ, വിൻഡ് ആണോ, അതുപോലെ ബയോ പവർ ആണോ, സ്മോൾ ഹൈഡ്രോ ആണോ എന്ന് ചോദിച്ചാൽ ഏറ്റവും വലുത് സോളാർ ആണ്. മൊത്തത്തിൽ ഏറ്റവും വലുത് കോളാണ്. അത് കഴിഞ്ഞിട്ടേ ഹൈഡ്രോ പവർ വരുന്നുള്ളൂ. നമ്മുടെ ഇടുക്കി, പള്ളിവാസൽ, ബക്രാനങ്കൽ, ഹിറാക്കുഡ് ഡാമുകളിൽ നിന്നുണ്ടാക്കുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ. സോ ഇവിടെ ഒരു ചോദ്യം വരാൻ പോകുന്നത് എന്താ? ഏകദേശം 50% ഉണ്ടാക്കുന്നത് കോളിൽ നിന്നാണ്. പിന്നെ ഏറ്റവും വലിയ റിന്യൂവബിൾ ആയിട്ടുള്ളത് സോളാർ ആണ്, 2ാമത്തെ വിൻഡ് ആണ്. സോളാർ പവർ പ്ലാന്റ് തന്നെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ഇന്ത്യയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, ബദ്ല സോളാർ പാർക്ക്. ഏത് അതിന്റെ സംസ്ഥാനം നിങ്ങൾ നോക്കുക. നിങ്ങളുടെ സംസ്ഥാനം നോക്കി വയ്ക്കുക, ഒരിക്കലും മറക്കൂല നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുമ്പോൾ. ഓക്കെ, സോ ഈ ഒരു ഓർഡർ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് റിസോഴ്സ് നോക്കുക. കോൾ എന്ന് പറയുന്നത് ബിറ്റുമിനസും ലിഗ്നൈറ്റും ആന്ത്രസൈറ്റും 3 രീതിയിലുള്ള കോൾസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇതല്ലാതെ പീറ്റും കൂടെ ഉണ്ട്. പീറ്റ് എന്ന് പറഞ്ഞാൽ ചതുപ്പുകളിൽ കാണപ്പെടുന്നതാണ്. നമുക്ക് അത്ര നല്ല കോളല്ല. ഏറ്റവും നല്ല കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? ആന്ത്രസൈറ്റ് ആണ്. 2ാമത് ലിഗ്നൈറ്റ്, 3ാമത് ബിറ്റുമിനസ്. നമ്മുടെ കയ്യിൽ ആന്ത്രസൈറ്റ് കാര്യമായിട്ടില്ല. ആകെ ആന്ത്രസൈറ്റ് ഉള്ളത് ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രമാണ്. ലിഗ്നൈറ്റ് ഉള്ളത് ആകെ തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ്. ബിറ്റുമിനസ് ആണ് ബാക്കിയുള്ള ഇന്ത്യയിലുള്ള ഫുള്ള് കോളുകളും. ഓക്കെ, അടുത്ത പെട്രോളിയം. മേജർ ഇൻഡസ്ട്രിക്കും ഫ്യൂവലിനും ഇമ്പോർട്ട്സിനുള്ളത് ഗ്യാസ്, CNG, LNG ആയിട്ട് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഫെർട്ടിലൈസേഴ്സും പവേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി, തെർമൽ പവർ കോളിൽ നിന്നുണ്ടാക്കുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് ലാർജ് ഡാമിൽ നിന്നുണ്ടാക്കുന്നു. എക്സാമ്പിൾ ബക്രാനങ്കൽ, തെഹരി, ഹിരാക്കുഡ്, നമ്മുടെ പള്ളിവാസൽ, ഇടുക്കി. ഓക്കെ, ഇങ്ങനെ കേരളത്തിൽ ഒരുപാട് ഡാമുകളുണ്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, അത് ഓർക്കുക. ന്യൂക്ലിയർ പവർ പ്ലാന്റ്, യുറാനിയം, തോറിയം വെച്ചുണ്ടാക്കുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഓക്കെ, എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതാണ് ഇമ്പോർട്ടന്റ്. കോൾ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ഡെപ്പോസിറ്റ് ആണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ഗോണ്ട്വാന കോൾ ഡെപ്പോസിറ്റ്, അടുത്ത ടെറിഷറി ഡെപ്പോസിറ്റ്. അതിൽ ഏറ്റവും കൂടുതലുള്ള ഗോണ്ട്വാനയാണ്. മേജർ ആയിട്ടുള്ള ദാമോദർ വാലി, ജാരിയ, ബൊക്കാറോ എന്നെല്ലാം പറഞ്ഞ ഓറുകളാണ്. ജാരിയ, ബൊക്കാറോ. നമ്മുടെ ഒരു രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ് ആ ഒരു ബെൽറ്റ് ആണ്, ആ ഒരു ഏരിയ ആണ് ഏത് മെയിൻ ആയിട്ട് കോൾ ഉള്ളത്? ദാമോദർ വാലി. ഓക്കെ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്. റാണിഗഞ്ച് ഓർത്ത് വയ്ക്കുക, ജാരി ഓർത്ത് വയ്ക്കുക, ബൊക്കാരോ ഓർത്ത് വയ്ക്കുക. പിന്നെ ഗോദാവരി, മഹാനദി സോൺ, വർദ്ധ വാലികളിലും കാര്യമായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷെ മേജർ ആയിട്ട് കാണപ്പെടുന്നത്
ദാമോദർ വാലിയിലാണെന്ന് ഓർക്കുക. ടെറിഷറി കോൾ കാണപ്പെടുന്നത് മേഘാലയ, ആസാം, അരുണാചൽ, നാഗാലാൻഡ്, അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലാണ്. അതുകൊണ്ട് നോർത്ത് വയ്ക്കുക. ടെറിഷറി കോൾ കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണ് വയ്ക്കുക. പെട്രോളിയം കാണുന്നത് ഓഫ് ഷോർ മുംബൈ ഹൈ. ഓഫ് ഷോർ എന്ന് വെച്ചാൽ നമ്മുടെ ഗുജറാത്ത് ഈ ഭാഗത്തായിട്ടാണ് മുംബൈ വരുന്നത്. ആ മുംബൈയുടെ കടലിന്റെ ഉള്ളിൽ നമ്മളൊരു ഓഫ് ഷോർ മുംബൈ ഹൈ. നിങ്ങൾ സൂപ്പർമാൻ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സൂപ്പർമാൻ മാൻ ഓഫ് സ്റ്റീൽ എന്നൊരു സൂപ്പർമാൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അതിൽ തുടക്കത്തെ സീനിൽ ഈ സൂപ്പർമാൻ റിവീൽ ചെയ്യുന്ന സീനിൽ ഒരു ഓയിൽ റിഗ്, നമ്മൾ റിഗ് എന്നൊക്കെ വിളിക്കില്ലേ, ഓയിൽ റിഗിന് തീ പിടിക്കുന്ന കാണിക്കുന്നുണ്ട്. അതാണ് ഈ ഓഫ് ഷോർ എന്ന് പറയുന്ന സാധനം. അതായത് സമുദ്രത്തിന് നടുക്കുള്ള അയണോർ, സോറി നമ്മുടെ ഈ പെട്രോളിയം ക്രൂഡ് ഓയിൽ ഖനനം ചെയ്യുന്ന സ്ഥലം. ഓക്കെ, അതാണ് ഇന്ത്യയിലെ ഓഫ് ഷോറിൽ മുംബൈ ഹൈ. അല്ലാതെ പെട്രോളിയത്തിന് മുംബൈ ഹൈ, അതുപോലെ തന്നെ മുംബൈ ഹൈ നാച്ചുറൽ ഗ്യാസ്, അവിടെ നിന്ന് നാച്ചുറൽ ഗ്യാസ് കിട്ടുന്നുണ്ട്. ഗുജറാത്തിൽ അങ്കലേശ്വർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആസാമിലെ ദിഗ്ബോയ് ഇന്ത്യയിലെ ഏറ്റവും പഴയ പെട്രോളിയം ഖനിയാണ്. നഹർകാട്ടിയ, അതുപോലെ മൊറാൻ ഹുഗ്രിജാൻ. ഓക്കെ, മൊറാൻ ഹുഗ്രിജാൻ. സോ ആസാമിലും ഗുജറാത്തിലും മുംബൈ ഹൈയിലുമാണ് മേജർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉള്ളത്. അതിൽ അങ്കലേശ്വർ ഓർത്ത് വയ്ക്കുക, ദിഗ്ബോയ് ഓർത്ത് വയ്ക്കുക, നഹർകാട്ടിയ ഓർത്ത് വയ്ക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നാച്ചുറൽ ഗ്യാസിന് വേണ്ടിയിട്ട് ഗുജറാത്ത്, ആസാം, കൃഷ്ണ ഗോദാവരി ബേസിൻ. ഈ കൃഷ്ണ ഗോദാവരി ബേസിനിൽ ഒരുപാട് നാച്ചുറൽ ഗ്യാസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന നിലയിലുണ്ട്. നമ്മുടെ ടെക്നോളജിയുടെ വളർച്ച അനുസരിച്ച് നമ്മൾ ഖനനം ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, യുറാനിയം, തോറിയം. യുറാനിയം മെയിൻ ആയിട്ട് ജാർഖണ്ഡിലുള്ള, ഓക്കെ, ജാർഖണ്ഡിലെ മേജർ ആയിട്ട് ജഡുഗുഡ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് മേജർ ആയിട്ട് നമ്മൾ യുറാനിയം എടുക്കുന്നത്. അതല്ലാതെ തോറിയവും എന്താണ് ന്യൂക്ലിയർ ഫ്യൂവലാണ്. അത് കേരളത്തിലെ കരിമണൽ ഖനനം കേട്ടിട്ടുണ്ടാവും. മോണസൈറ്റ് സാൻഡിൽ നിന്നാണ് തോറിയം കിട്ടുന്നത്. സോ മേജർ ആയിട്ട് ഓർത്തു വയ്ക്കേണ്ടത് അങ്കലേശ്വർ ഓർത്തു വയ്ക്കുക, ദാമോദർ വാലി, ജാരിയ ബൊക്കാറോ, റാണിഗഞ്ച്, അതുപോലെ താഴെ വന്നാൽ നഹർകാട്ടിയ, ദിഗ്ബോയ്, അങ്കലേശ്വർ. മുംബൈ ഹൈ, കൃഷ്ണ ഗോദാവരി ബേസിൻ, ജാർഖണ്ഡിലെ ജഡുഗഡ, പിന്നെ രാജസ്ഥാനിലെ ആരവല്ലി, കേരളത്തിലെ മോണസൈറ്റ് സാൻഡ്. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ വേണം. ചോദ്യം ചോദിച്ചാൽ ഇവിടെയൊക്കെ നിന്നേ ചോദിക്കുള്ളൂ, സർഫസ് ലെവലിൽ നിന്നേ ചോദിക്കാറുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബേസിൻ ഈസ് നോൺ ഫോർ ഹാവിംഗ് ലാർജ് എമൗണ്ട് ഓഫ് കോൾ ഡെപ്പോസിറ്റ്സ്? ഏതാണ് കൂടുതൽ കോൾ ഡെപ്പോസിറ്റ് ഉണ്ടാവുന്നത്? നമ്മൾ എവിടെയാന്ന് പറഞ്ഞു? ദാമോദർ വാലിയിലാണ്. അവിടെയാണ് ജാരിയ, ബൊക്കാറോ എന്നെല്ലാം പറയുന്ന മേജർ മൈനുകൾ ഉള്ളത് ആ ഒരു ഭാഗത്താണ്. ഓക്കെ, ഇനി ഗോൾഡ്, ഡയമണ്ട് മുതലായ പ്രഷ്യസ് സാധനങ്ങളോ? ഗോൾഡ് വരുമ്പോൾ തന്നെ ഓർക്കുക, കർണാടകയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഗോൾഡ് ഉള്ള സ്ഥലം. ഗോൾഡിന് ഇന്ത്യയിൽ പേര് കേട്ട സ്ഥലം ഏതാണ്? കർണാടകയാണ്. കോളാർ ഗോൾഡ് ഫീൽഡ് എവിടെ? കർണാടകയിൽ. അതായത് നമ്മുടെ സ്വന്തം KGF സിനിമ കാണാത്തവരാരും ഇല്ലല്ലോ. കോളാർ ഗോൾഡ് ഫീൽഡ്. ഹട്ടി ഗോൾഡ് ഫീൽഡ് എവിടെയാ? കർണാടക. രാംഗിരി ഗോൾഡ് ഫീൽഡ് എവിടെയാ? ആന്ധ്രാപ്രദേശ്. സോ HGF ഉണ്ട്, RGF ഉണ്ട്. ഈ 3 ഗോൾഡ് ഫീൽഡുകളാണ് ഉള്ളത്. എന്തിനാ ഉപയോഗിക്കുന്നത്? സ്വർണ്ണം എന്തിനാ ഉപയോഗിക്കുന്നത്? എല്ലാവർക്കും അറിയാം. ഓർണമെന്റ്സ് ആയിട്ട്, ഡെന്റിസ്റ്റ്, പല്ലിന് വേണ്ടിയിട്ട്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടറിലെല്ലാം, കെമിക്കൽസിൽ ഇതെല്ലാം ഉപയോഗം വരുന്നുണ്ട്. ഡയമണ്ട് ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലെ പന്ന ബെൽറ്റിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. മധ്യപ്രദേശിലെ പന്ന ബെൽറ്റിലാണ് ഡയമണ്ട് ഉള്ളത്. ഇനി ഡയമണ്ട് ഇൻഡസ്ട്രിക്ക്, ഡയമണ്ടിനെ എന്താ പറയാ, ഡയമണ്ട് ആക്കി മാറ്റുന്നത്, അതിന്റെ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിലെ സൂററ്റിലാണ്. ഡയമണ്ടിന് പേര് കയറ്റ ഇൻഡസ്ട്രീസ് എല്ലാം സൂററ്റിലാണ്. പണിക്കാരെല്ലാം സൂററ്റിലാണ്. സ്വർണ്ണപ്പണി പോലെ ഡയമണ്ട് പണിക്കാരെല്ലാം സൂററ്റിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഖനനം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡയമണ്ട് വരുന്നത് പന്ന ബെൽറ്റ് മധ്യപ്രദേശിൽ നിന്നാണ്. അതുപോലെ വജ്രക്കരൂർ ഓർത്തു വയ്ക്കുക, വജ്രക്കരൂർ, കിംബർലൈറ്റ് പൈപ്പ്. വജ്രക്കരൂർ എന്ന് പറഞ്ഞാൽ എന്താ? വജ്രക്കരൂർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? വജ്രം, ഡയമണ്ട് ആയിട്ട് ബന്ധപ്പെട്ട. ആനന്ദ്പൂർ കൂടെ ഓർത്തു വയ്ക്കുക, ആനന്ദ്പൂർ. ലോകത്തെ ഏറ്റവും കൂടുതൽ റഷ്യയിലാണ് ഉള്ള ഡയമണ്ട് റിസോഴ്സ്. ഓക്കെ, സോ ഏതൊക്കെ പേരുകളാണ് ഓർത്തു വയ്ക്കേണ്ടത്? കോളാർ, ഹട്ടി, രാംഗിരി. ഇത് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടത്. പന്ന, വജ്രക്കരൂർ, ആനന്ദ്പൂർ ഏതായിട്ട് ബന്ധപ്പെട്ടതാ? ഡയമണ്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓൾറെഡി നമ്മൾ പെട്രോളിയം പറഞ്ഞതാണ്. ദിഗ്ബോയ് ആസാം ഓൺലി ഓയിൽ പ്രൊഡ്യൂസിംഗ് റീജിയൻ ആയിരുന്നു. വാസ് ഓൺലി ഓയിൽ പ്രൊഡ്യൂസിംഗ് റീജിയൻ. ബാക്കിയുള്ളവരെ കണ്ടെത്തുന്നവരെ അങ്ങനെ ഒരാൾ മാത്രമേ, ദിഗ്ബോയ് മാത്രമേ ഉണ്ടായുള്ളൂ. ഏറ്റവും പഴയതാണ്. പിന്നെ ജയ്സൽമേർ, ബിക്കാനീറിൽ കുറച്ച് കണ്ടുപിടിച്ചു. നഹർകാട്ടിയ, മൊറാനിൽ കണ്ടുപിടിച്ചു. അങ്കലേശ്വറിൽ കണ്ടുപിടിച്ചു. മുംബൈ ഹൈ, അതുപോലെ കൃഷ്ണ ഗോദാവരി കാവേരി ബേസിൻ. ഓക്കെ, ഈ അങ്കലേശ്വർ എന്നുള്ള പേര്, നഹർകാട്ടിയ എന്നുള്ള പേര്, ദിഗ്ബോയ് എന്നുള്ള പേര്, മുംബൈ ഹൈ, ഇവർ 4 പേരെങ്കിലും ഓർത്തു വെക്കുക. ക്രൂഡ് പെട്രോളിയം ഒക്കേഴ്സ് ഇൻ സെഡിമെന്ററി റോക്സ് ഓഫ് ടെറിഷറി പീരീഡ്. അതെന്തുകൊണ്ടാ? സെഡിമെന്ററി റോക്സിലെല്ലാം നമ്മൾ ഫോസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞേക്കുന്നേ. ഫോസിൽ ഉള്ളിടത്തല്ലേ ജീവനുള്ള സാധനങ്ങളുടെ റിമൈൻസ് നിന്നാണ് ക്രൂഡ് ഓയിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ഫോസിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ സെഡിമെന്ററി റോക്സിൽ മാത്രമേ കാണുള്ളൂ എന്ന് ഓർത്തു വെക്കുക.
ഓക്കെ, സോ ഇവിടെ കൺട്രോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബേസിൻസ് ഇസ് നോൺ ഫോർ ലാർജ് എമൗണ്ട് ഓഫ് കോൾ ഡെപ്പോസിറ്റ്സ്. ഏറ്റവും കൂടുതൽ കോൾ ഡെപ്പോസിറ്റ്സിന് അറിയപ്പെടുന്ന ഏതാ? ദാമോദർ വാലി. ഓക്കെ, ഇനി ജിപ്സം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ജിപ്സം നമ്മൾ പല കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നതാണ്. ഹൈഡ്രേറ്റഡ് സൾഫേറ്റ് ഓഫ് കാൽസ്യം ആണ്. വൈറ്റ്, ഒപ്പേക്ക് ഓർ ട്രാൻസ്പെറന്റ് ആവാം. ഒക്കേഴ്സ് ഇൻ സെഡിമെന്ററി ഫൗണ്ടേഷൻ ഓഫ് ലൈം സ്റ്റോൺസ്, സാൻഡ് സ്റ്റോൺസ്, ഷെയിൽസ്. ലൈം സ്റ്റോൺസും സാൻഡ് സ്റ്റോൺസും ഷെയിൽസ് ഒക്കെ ഉള്ളിടത്ത് തന്നെ കാണപ്പെടുന്നുണ്ട്. ജോധ്പൂർ, നഗൗർ, ബിക്കാനേർ, ജയ്സൽമേർ. ബേസിക്കലി ഓർക്കുക, രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ ജിപ്സം എന്ന് പറഞ്ഞാൽ രാജസ്ഥാനാണ്. അങ്ങ് ഓർത്ത് വയ്ക്കുക, ജിപ്സം എന്ന് പറഞ്ഞാൽ രാജസ്ഥാനാണ്. ലാർജ് ഓർ ഓഫ് ജിപ്സം ആൻഡ് സിൽവർ ആർ എക്സ്ട്രാക്റ്റഡ് ഇൻ ഇന്ത്യ. ജിപ്സം തന്നെ നമുക്ക് അറിയാമെങ്കിൽ ഉത്തരം എഴുതാം, രാജസ്ഥാനാണ്. സിൽവറും കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് രാജസ്ഥാൻ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈൻസ് ആർ ഫൗണ്ട് ഇൻ അബണ്ടൻസ് ഇൻ കർണാടക. കർണാടകയിൽ ഏറ്റവും കൂടുതലുള്ള ഏതാ? ഗോൾഡാന്ന് നമ്മൾ പറഞ്ഞു. പെട്രോളിയം ഒരുപാട് സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. കോളിന്റെ കാര്യവും പറഞ്ഞു. പ്ലാറ്റിനത്തിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പൊതുവെ ചോദ്യം ചോദിക്കാറില്ല, NCERT-ലും കാര്യമായിട്ടില്ല. ഓക്കെ, അടുത്തത് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഈ ഗിവൺ ഓപ്ഷനിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ പറ്റി ചോദ്യമാണ്. തെർമൽ പവർ പ്ലാന്റിനെ പറ്റിയുള്ള ചോദ്യമാണ്. ഓക്കെ, സോ അത് നമുക്ക് നോക്കാം. ന്യൂക്ലിയർ പവർ പ്ലാന്റ് കുറച്ച് ഫാക്ടുകൾ ഓർക്കുക. ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇന്ത്യ എവിടെയാ? താരാപൂരിലാണ്, മഹാരാഷ്ട്രയിലെ. 1969 വന്നതാണ് ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇപ്പോൾ ഉള്ളതിൽ ലാർജസ്റ്റ് ഏതാ? കൂടംകുളത്തുള്ളതാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്തുള്ളതാണ്. കൊളാബറേഷൻ വിത്ത് റഷ്യ ആൻഡ് യൂണിറ്റ്സ് 1 and 2 ആർ ഓപ്പറേഷണൽ. റഷ്യ കൊളാബറേഷൻ ആണ്, അതും ചോദിക്കും. കൂടംകുളം ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയും വേറൊരു രാജ്യവും കൊളാബറേറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. ഏതാ? റഷ്യയുമായിട്ട്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലുതാണ്. ഏഷ്യാസ് ആദ്യത്തേതാ? ഇന്ത്യയുടെ ആദ്യത്തെ തന്നെയാണ്. ഏഷ്യയുടെ ആദ്യത്തെയും താരാപൂർ, മഹാരാഷ്ട്ര. ഓൾസോ ഇന്ത്യസ് ഫസ്റ്റ്. ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, വേൾഡ് ലാർജസ്റ്റ് നമ്മുടെ ജയ്താപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ വേൾഡിലെ ലാർജസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓൺലി ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിൽ നറോറ എന്ന് പറയുന്ന ഗംഗ റിവർ വാലിയുടെ അടുത്തുള്ളത് മാത്രമേ നോർത്ത് ഇന്ത്യയിലുള്ള പവർ പ്ലാന്റ് ഉള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം സൗത്തിലാണ്. ഓക്കെ, പ്യുവർലി നോർത്ത് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല. നോർത്ത് ഇന്ത്യൻ പ്ലെയിനുകളിലുള്ളത് നറോറ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് യൂസ് ഇൻഡിജിനസ് ടെക്നോളജി രാജസ്ഥാനാണ്. അത് ഇൻഡിജിനസ് PHWR ടെക്നോളജി രാജസ്ഥാൻ. ഫസ്റ്റ് ഇൻഡിജിനസ് 700 മെഗാവാട്ട് കക്രാപൂറിലുള്ളതാണ് ഗുജറാത്ത്. 2023 വന്നതാണ്. സോ ബേസിക്കലി ഈ ഫാക്ടുകൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, ഈ ഫാക്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പഠിക്കാം? ഇതാ ഓരോന്നും എവിടെയാന്ന് പഠിക്കാം. താരാപൂർ ഞാൻ പറഞ്ഞു, മഹാരാഷ്ട്ര. രാജസ്ഥാനിലെ റാവത്ത് ബട്ടയില് രാജസ്ഥാൻ അറ്റോമിക് പവർ പ്ലാന്റ്. കക്രാപൂർ എവിടെയാ? ഗുജറാത്ത്. നറോറ ഉത്തർപ്രദേശ്, ഗംഗയുടെ റിവർ വാലിയിലാണ്. കൈഗ എന്ന് പറയുന്നത് കർണാടകയില്. മദ്രാസ് അറിയാം, തമിഴ്നാട് കൽപ്പാക്കത്തുള്ളത്. കൂടംകുളത്ത് തിരുനെൽവേലി, തമിഴ്നാട് കൂടംകുളത്തുള്ളതാണ്. ഏത്? കൂടംകുളം. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തത് അമേരിക്കയുടെ അസിസ്റ്റൻസ് വെച്ചുണ്ടാക്കിയതാണ് താരാപൂർ. കാനഡയുടെ അസിസ്റ്റൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതാണ് രാജസ്ഥാൻ. അതുപോലെ റഷ്യൻ കൊളാബറേഷൻ ആണ് കൂടംകുളം. ഈ കൊളാബറേഷൻസും ഓർത്ത് വയ്ക്കുക. കണ്ടോ, ഇതാ നമ്മൾ പറഞ്ഞില്ലേ നോർത്ത് ഇന്ത്യയിൽ ഒരെണ്ണേ ഉള്ളൂ. ആ നോർത്തേൺ പ്ലെയിൻസിന്റെ ഭാഗത്ത് ഒന്നേ ഉള്ളൂ. പിന്നെ രാജസ്ഥാനിൽ ഉള്ള രാജസ്ഥാൻ, കക്രാപൂർ, താരാപൂർ, കൈഗ കർണാടക, കൂടംകുളവും മദ്രാസും തമിഴ്നാട്ടിലപ്പോൾ 2 ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കാം. വിച്ച് പ്ലേസ് അറ്റ് ഹരിയാന ഈസ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡെവലപ്പിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഒരു സ്ഥലത്ത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അങ്ങനെ ചോദിച്ചു വെച്ചാൽ കുടുങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർ കൺസ്ട്രക്ഷൻ കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. കൂടംകുളത്ത് പുതിയതും കൂടെ ഓൾറെഡി ഒരെണ്ണം കൂട്ടംകുളത്തുണ്ട്, അത് 2 ആക്കാനുള്ള ശ്രമമുണ്ട്. ഗോരഖ്പൂർ ഹരിയാന. ചോദ്യം എന്താ? ഹരിയാനയിൽ എവിടെ? ഗോരഖ്പൂരിലാണ്. അപ്പോ ഗോരഖ്പൂരിൽ അണ്ടർ കൺസ്ട്രക്ഷൻ ഉണ്ട്. ജയ്താപൂരിലാണ് ലോകത്തെ ഏറ്റവും വലുത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, മഹാരാഷ്ട്ര. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അടുത്തത് കോവാഡ ആന്ധ്രാപ്രദേശ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. മിറ്റി വിർദി ഗുജറാത്ത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഹരിപ്പൂർ, ചുട്ക, ഭീംപൂർ, കൈഗ എക്സ്പാൻഡ് ചെയ്യാൻ. ഇതെല്ലാം നോക്കുക. വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ് പ്രപ്പോസ് ചെയ്ത് ഓർക്കുക. അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്രപ്പോസ് ചെയ്തതും ജസ്റ്റ് ഒന്ന് സ്ഥലങ്ങളെങ്കിലും ഓർത്തു വയ്ക്കുക. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കോ. ഇനി നമുക്ക് ചെയ്യാം. തെർമൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡീസൽ അതുപോലെ കോളിൽ ഓടുന്നത്. ഏതാ? ഡീസൽ ഓർ കോളിൽ ഓടുന്ന പവർ പ്ലാന്റ്. അങ്ങനത്തെ പവർ പ്ലാന്റ് ഒരുപാടുണ്ട്. അതെല്ലാം കാണാതെ പഠിക്കാൻ എളുപ്പമല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയർ പവർ പ്ലാന്റ് പഠിക്കുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ നറോറ അറ്റോമിക് പവർ സ്റ്റേഷൻ ഉത്തർപ്രദേശിലാണ്. നറോറ അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാ? ഉത്തർപ്രദേശിലാണ്. അത് ശരിയാണ്. ഓക്കെ,
കൂടംകുളം പവർ സ്റ്റേഷൻ ഇൻ കേരള ആണോ? അല്ല, തമിഴ്നാട്ടിലാണ്. സോ ഈ ഉത്തരം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് എന്ന് അറിയണമെങ്കിൽ ഏത് നോക്കിയാൽ മതി? ഇത് നോക്കിയാൽ മതി. നറോറ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ കറക്റ്റ് ആണ്. നമുക്ക് കറക്റ്റ് കിട്ടിയാൽ പോരെ. സോ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കുറച്ചേ ഉള്ളൂ, അതെങ്കിലും പഠിക്കുക. തെർമൽ പവർ പ്ലാന്റ് ഒരുപാടുണ്ട്, എല്ലാം പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. സോ ന്യൂക്ലിയർ പഠിക്കുക, അങ്ങനെ ഓപ്ഷനിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും നമുക്ക്. ഓക്കെ, ഗോരഖ്പൂർ ഇവിടെ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, നറോറ അറ്റോമിക് പവർ പ്ലാന്റ് ഉത്തർപ്രദേശ്. അടുത്തത് ഹരിയാനയിലുള്ളത് ഗോരഖ്പൂർ. സോ ഇത്രയുമാണ് നമുക്ക് മിനറൽസിൽ നിന്നും എനർജിയിൽ നിന്നും നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നത്. അത്രയും ചോദ്യങ്ങൾ നമുക്ക് NCERT ബേസ് ചെയ്ത് പഠിക്കുന്നതാണ് സുഖം, അതാണ് ചെയ്യേണ്ടത്. ക്ലെവർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാ. അതല്ലാതെ എല്ലാ എനർജിയും എല്ലാ മിനറൽസും പഠിച്ചിട്ട് പോകാൻ എളുപ്പമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന NCERT ഞാൻ ആദ്യം കാണിച്ച ആ ടെക്സ്റ്റ് ബുക്കിലുള്ള മേജർ സാധനങ്ങൾ. ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് NCERTയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം. പെട്ടെന്ന്, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഓക്കെ, മൊത്തം ഒരു 20 പേജൊക്കെ ഉണ്ടാവുള്ളൂ. ഒന്ന് വായിച്ചു നോക്കുക. 5ാമത്തെ ചാപ്റ്ററും 6ാമത്തെ ചാപ്റ്ററും ഇൻഡസ്ട്രി നമ്മൾ ഇതുപോലെ കുറച്ച് ഫാക്റ്റുകൾ മാത്രമേ കാണുള്ളൂ. അതിനുള്ള ഒരു സമയവും സന്ദർഭവും നമുക്ക് ഉണ്ടാവുള്ളൂ. കാര്യം എന്താ, ഒരുപാട് ചോദ്യങ്ങൾ ഇവിടുന്ന് വരുന്നില്ല. 1ഓ 2ഓ ചോദ്യം ചോദിച്ചാൽ ചോദിച്ചു. അതിലും നല്ല ഏരിയ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസും ഹിമാലയാസും ക്ലൈമറ്റും ഒക്കെ കിടക്കുക. അപ്പോ ഈ ഒരു ഫാക്ച്വൽ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഇതൊന്നും നമ്മൾ ബേസ് മാത്രം പഠിച്ചിട്ട് പോകുന്നത്. ഓക്കെ, ഒരു ഇൻഡസ്ട്രി ഉണ്ടാവാൻ പല കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, ആ ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽസിന്റെ സ്ഥലത്ത് തന്നെ എന്തുണ്ടാവാം, ആ ഇൻഡസ്ട്രി ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, എവിടെയാണോ ഷുഗർ കെയിന്റെ ഫീൽഡ് ഉള്ളത് അവിടെ ഷുഗർ കെയിന്റെ മില്ല് ഉണ്ടാവും. ഒന്നെങ്കിൽ റോ മെറ്റീരിയൽ ഉള്ളിടത്ത് ആ ഇൻഡസ്ട്രി വയ്ക്കും. ഹെവി ബൾക്കി പെരിഷബിൾ ആയിട്ടുള്ള സാധനമാണ്. പെരിഷബിൾ എന്ന് വെച്ചാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുള്ളത്, കേടായി പോകാൻ സാധ്യതയുള്ള സാധനമാണ്. ഹെവി ആയിട്ടുള്ള സാധനമാണ്, ബൾക്കി ആയിട്ടുള്ള സാധനമാണ്. അത് അവിടെ തന്നെ ആയിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഫോർ എക്സാമ്പിൾ വാട്ടർ, വെള്ളത്തിന്റെ കമ്പനി എവിടെയായിരിക്കും? എവിടെയാണ് വെള്ളം കിട്ടുന്നത് അവിടെ തന്നെ. കൊക്കക്കോള കമ്പനി എവിടെയാണ് വെള്ളം ഉള്ളത് അവിടെ തന്നെ. ഹെവി ആയിട്ടുള്ളതാണ്. പെരിഷബിൾ, ഷുഗർ കെയിൻ എക്സാമ്പിൾ. കോപ്പർ സ്മെൽറ്റിംഗ് പ്ലാന്റ് നിയർ ഓർ ഡെപ്പോസിറ്റ്, കോപ്പറിന്റെ പ്ലാന്റ് എവിടെയാ? കോപ്പറിന്റെ അടുത്ത് തന്നെ ആയിരിക്കും. അയണിന്റെ പ്ലാന്റ് എന്താ? എവിടെയാണോ അയൺ കൂടുതൽ കിട്ടുന്നത്, എവിടെയാണോ കോള് കൂടുതൽ കിട്ടുന്നത് അവിടെ ആയിരിക്കും. അതൊരു എക്സാമ്പിൾ. അടുത്ത പവർ സോഴ്സ്, ഈസി ആയിട്ട് പവർ കിട്ടുന്ന സ്ഥലത്ത്. ഫോർ എക്സാമ്പിൾ, ഈസി ആയിട്ട് കോള് കിട്ടുന്ന സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ ഗുജറാത്ത്, ഒഡീഷ ഭാഗത്ത് കോളിന്റെ അവൈലബിലിറ്റി കൂടുതലാണ്. സോ അലൂമിനിയം പ്ലാന്റുകൾ, നൈട്രജൻ പ്ലാന്റുകൾ, കെമിക്കൽ പ്ലാന്റുകൾ എല്ലാം ആ ഒരു ഭാഗത്ത് കൂടുതലുണ്ട്. ഓക്കെ, സോ എനർജി ഇന്റൻസീവ് ഇൻഡസ്ട്രീസ്, റിലയബിൾ പവർ സപ്ലൈ ഉള്ളടത്ത് എന്ത് ചെയ്യാം, ഒരു ഇൻഡസ്ട്രി ഉണ്ടാവാം. അടുത്തത് ലേബർ കൂടുതലുള്ള സ്ഥലത്ത്, ലൈറ്റർ കമ്മ്യൂണിറ്റി ഗുഡ്സ്, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ത്രൈവ് ഇൻ ഇൻഡസ്ട്രിയൽ പോപ്പുലേറ്റഡ് ഏരിയ, നല്ല പോപ്പുലേഷനുള്ള ഏരിയ. ഫോർ എക്സാമ്പിൾ, പുറത്ത് രാജ്യങ്ങളിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്താ? ഇന്ത്യയിൽ ചീപ്പ് ലേബർ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ആ ലേബറിന് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഇന്ത്യയിൽ സെമി സ്കില്ല് ലോ കോസ്റ്റ് വർക്ക് ഫോഴ്സ് ഇന്ത്യയിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ, ബീഹാറിലേക്കോ നോർത്ത് ഇന്ത്യയിലേക്കോ പോയാൽ നമുക്ക് എന്താ, പൈസ കുറച്ച് ലേബർ കിട്ടും. ആ സമയത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ എന്താ, ജീവനക്കാരുടെ ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടി വരും. സോ കമ്പനിക്ക് കൂടുതൽ എന്താ പറയാ ചെലവാവും, ലാഭം കുറയും ലേബർ ഉള്ളിടത്ത്. ഇനി ട്രാൻസ്പോർട്ട് കൂടുതലുള്ളിടത്ത്, ഫോർ എക്സാമ്പിൾ പോർട്ട് സിറ്റീസ് ആയിട്ടുള്ള മുംബൈ പോർട്ട് സിറ്റി, പൂനെ പോർട്ട് സിറ്റി, ചെന്നൈ, ബാംഗ്ലൂർ പോർട്ട് സിറ്റികളിൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ കൊറിഡോർസ് ഇൻഡസ്ട്രി ഉണ്ടാവാനുള്ള കാരണം എന്താ? എന്ത് സാധനം ഉണ്ടാക്കിയാലും കയറ്റുമതിക്കും ഇറക്കുമതിക്കും എളുപ്പമാണ്. തുറമുഖങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത്, റെയിൽവേയുടെ ആക്സസ് കൂടുതലുള്ള സ്ഥലത്ത്. ഓക്കെ, മാർക്കറ്റ് പ്രോക്സിമിറ്റി, ഇപ്പൊ മുംബൈയിലെ മാർക്കറ്റ്, കൂടുതൽ മാർക്കറ്റുകളും കൂടുതൽ വിറ്റുപോകാനുള്ള സാഹചര്യം, കൺസംഷൻ സെന്റേഴ്സ്, മാർക്കറ്റ്സ് കൂടുതലുള്ളിടത്ത് ടെക്സ്റ്റൈൽ പോലുള്ള ഇൻഡസ്ട്രീസ് എക്സാമ്പിൾ എടുക്കാം, റിഫൈനറി എക്സാമ്പിൾ എടുക്കാം. ഒരുപാട് ആൾക്കാർ മാർക്കറ്റിൽ വന്ന് റിഫൈനറി ഓയിലും പെട്രോളൊക്കെ അടിക്കുമ്പോഴല്ലേ നമുക്ക് അവിടെ കൂടുതൽ സാധനം വരിക. ഓക്കെ, സോ അടുത്തത് ക്ലൈമറ്റ്. ഫോർ എക്സാമ്പിൾ, ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ് ബെസ്റ്റ് കോട്ടന് വേണ്ടിയിട്ട്. കോട്ടൺ എന്ന് പറയുന്ന ക്രോപ്പ് വളരാൻ ഏറ്റവും നല്ലത് ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്, അല്ലെങ്കിൽ നൂലിന്റെ ഇഴകളിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പ്രിവെൻസ് ത്രെഡ് ബ്രേക്കേജ് ഉണ്ടാവാതിരിക്കാൻ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് വേണം. സോ ക്ലൈമറ്റും ഒരു പ്രശ്നമാണ്. സോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിൽ എന്തുണ്ടാവാം, ഇൻഡസ്ട്രീസ് ഉണ്ടാവാം. അതൊന്ന് ഓർത്തു വയ്ക്കുക, കാരണങ്ങളൊന്നും ഓർത്തു വയ്ക്കുക, NCERTയിലുള്ളതാണ്. ഇനി ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് മേജർ ഇൻഡസ്ട്രിയൽ ഏരിയ. ലോകത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ പൊതുവെ ചോദിക്കാറില്ല. ഇന്ത്യയിലെ ഈ ലോകത്തിലുള്ള വേൾഡിന്റെ മേജർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് മുംബൈയും, അടുത്ത ഗംഗാ വാലിയും, അടുത്ത ചെന്നൈയുമാണ്. 3 ഇന്ത്യയിലെ ഈ ലോകത്തിലുള്ള ഇമേജിൽ കൊടുത്തിട്ടുള്ളത്. വേൾഡ് ഇമേജിൽ 3 കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഏതാണ്? ഗംഗാ വാലി. 2 മുംബൈ. 3 ചെന്നൈ. ഇത് 3 മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഓർത്തു വയ്ക്കാം. ഈ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മേജർ ഇൻഡസ്ട്രീസും ഉണ്ട്, മൈനർ ഇൻഡസ്ട്രീസും ഉണ്ട്. മേജർ ഇൻഡസ്ട്രിയൽ കൊറിഡോഴ്സ് അല്ലെങ്കിൽ മേജർ ഇൻഡസ്ട്രിയൽ റീജിയൻസും ഉണ്ട്, അതുപോലെ മൈനർ ഇൻഡസ്ട്രിയൽ റീജിയൻസും ഉണ്ട്.
മേജർ എങ്കിലും ഓർത്തു വയ്ക്കുക. ഏതൊക്കെയാണ് മേജർ? ഒന്ന് ഗുർഗോൺ ഡൽഹി, ഒന്ന് ഡൽഹിയുടെ ഭാഗത്തുള്ള ഗുർഗോൺ ഡൽഹി. രണ്ടാമത്തെ ഗുജറാത്തിന് ഭാഗത്തുള്ള മേജർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അടുത്ത് മുംബൈ പൂനെ, നിങ്ങൾക്കറിയാം മുംബൈ പൂനെ. അടുത്ത ബാംഗ്ലൂർ തമിഴ്നാട്, കൊല്ലം തിരുവനന്തപുരം. ബാംഗ്ലൂർ തമിഴ്നാടും, ബാംഗ്ലൂർ ആൻഡ് തമിഴ്നാടു. 4 കൊല്ലം TVM. ഓക്കെ, പിന്നെ ചോട്ടാ നാഗ്പൂർ, ഹൂഗ്ലി, വിശാഖപട്ടണം, ഗുണ്ടൂർ. ഇത്രയും പേരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഏറ്റവും മിനിമൽ ആയിട്ട് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് ഗുർഗാൺ, ഡൽഹി, മീററ്റ്, ഗുജറാത്ത്, മുംബൈ, അതുപോലെ കൊല്ലം തിരുവനന്തപുരം, ബാംഗ്ലൂര്, വിശാഖപട്ടണം, ഹുഗ്ലി, ചോട്ടാ നാഗ്പൂർ. ഓക്കെ ഓക്കെ അല്ലേ? അതല്ലാതെ ബാക്കി നിങ്ങൾക്ക് പരിചയമുള്ള ഇപ്പൊ വേറെ കുറച്ച് സ്ഥലങ്ങൾ പറയുകയാണെങ്കിൽ ഏതാ? കോട്ട, രാജസ്ഥാനിലെ കോട്ട. ഓക്കെ, ഗ്വാളിയർ ഇൻ മധ്യപ്രദേശ്, ഭോപ്പാൽ ഇൻ മധ്യപ്രദേശ്, ലക്നൗ, കാൻപൂർ, ഗോരഖ്പൂർ. ഇത് മൂന്നും എവിടെ? UP-യിലുള്ളത്. ഓക്കെ, കേരളത്തിൽ നോക്കാം. 6ാമത്തെ 7ാമത്തെ ഏതാ? നോർത്തേൺ മലബാർ ആൻഡ് മിഡിൽ മലബാർ. 5ാമത്തെ നോക്കുക കോലാപൂർ ഇൻ കർണാടക. അങ്ങനെ കുറെ ഏരിയാസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. ഞാൻ അതിന്റെ മേജർ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുംബൈ പൂനെ റീജിയൻ മഹാരാഷ്ട്രയിലെ ടെക്സ്റ്റൈൽസിന്, ഓട്ടോമൊബൈൽസിന്, പെട്രോ കെമിക്കൽസിന്, എഞ്ചിനീയറിംഗിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ സ്ഥലങ്ങൾ? മുംബൈ, പൂനെ, സോലാപൂർ, നാസിക്. ഇവരൊക്കെയാണ് മേജർ സ്ഥലങ്ങൾ. താഴോട്ട് വന്നാൽ ചോട്ടാ നാഗ്പൂർ ഇൻഡസ്ട്രിയൽ ഏരിയ, ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ് ഏരിയ. ഈ ഏരിയയില് കോളും അത്യാവശ്യമുണ്ട്, അയണും അത്യാവശ്യമുണ്ട്. സോ എന്തെല്ലാം ഉണ്ടാവും? അയൺ ആൻഡ് സ്റ്റീൽ ഉണ്ടാവും, മൈനിങ് ഉണ്ടാവും, മെഷീൻസ് ഉണ്ട്, സിമെന്റും ഉണ്ട്. ലൈം സ്റ്റോൺ ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് സിമെന്റ് ഉണ്ട്. ജംഷഡ്പൂർ, റൂർക്കേല, ദുർഗാപൂർ, ഭിലായി, ബൊക്കാരോ എന്നെല്ലാം പറയുന്ന അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റുകളുടെ ഏരിയ ആണ് ജംഷഡ്പൂർ എന്ന് പറഞ്ഞാൽ. ടാറ്റയുടെ മേജർ, ജംഷഡ്ജി ടാറ്റയുടെ പേരിലിട്ടാണ് ജംഷഡ്പൂർ. പിന്നെ റോർക്കെല, ദുർഗാപൂർ, ബൊക്കാരോ, ഭിലായി, ഇതെല്ലാം അയൺ ആൻഡ് സ്റ്റീൽ കമ്പനികളുടെ പേരാണ്. മേജർ അയൺ ആൻഡ് സ്റ്റീൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അയൺ ആൻഡ് സ്റ്റീൽ ഉണ്ടാവുന്ന ഏരിയയും കൂടിയാണ് ചോട്ടാ നാഗ്പൂർ ഏരിയ. ബാംഗ്ലൂർ തമിഴ്നാട് ഏരിയയിൽ ടെക്സ്റ്റൈൽസ്, IT, എഞ്ചിനീയറിംഗ്, സിൽക്ക്. ബാംഗ്ലൂർ, മൈസൂർ, കോയമ്പത്തൂർ, ചെന്നൈ, അതാണ് അതിന്റെ ഒരു ഏരിയ. ഹൂഗ്ലി ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ഏതാ? ജൂട്ട്, പെപ്പർ, കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഹൂഗ്ലി നമ്മൾ പറഞ്ഞു ജൂട്ടിന് ഏറ്റവും ബെസ്റ്റ് എവിടെയാ? വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിലെ സ്ഥലമാണ് ഹൂഗ്ലി. സോ ജൂട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഏരിയ അല്ലേ അത്? അതെ. അഹമ്മദാബാദ്, വഡോദര ഏരിയയിൽ ഏതാ? ടെക്സ്റ്റൈൽ, പെട്രോ കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽസ്. അഹമ്മദാബാദ്, വഡോദര, സൂറത്തിൽ ഡയമണ്ടും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. വിശാഖപട്ടണം, ഗുണ്ടൂർ ഏരിയയിൽ ഏതാ? ഷിപ്പ് ബിൽഡിംഗ്. വിശാഖപട്ടണം ഏതാ? ഒരു പോർട്ട് സിറ്റിയാണ് വിശാഖപട്ടണം. സോ ഷിപ്പ് ബിൽഡിംഗ്, ഫെർട്ടിലൈസർ, സ്റ്റീൽ ആൻഡ് ഫുഡ് പ്രോസസിംഗ് ആന്ധ്രയിലാണ്. ഡൽഹി, മീററ്റ്, ഗുർഗാൺ ഏതാ? ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, കൺസ്യൂമർ ഗുഡ്സ്. നോയിഡയും ഫരീദാബാദ് ഒക്കെ അതിൽപ്പെട്ട സിറ്റീസ് ആണ്. കൊല്ലം, തിരുവനന്തപുരം ഏരിയ ഏതാ? അഗ്രോ ബേസ്ഡ് മിനറൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് കൊല്ലം, തിരുവനന്തപുരം. ലുധിയാന, അമൃത്സർ, ജലന്ധർ പഞ്ചാബിലുള്ളതാണ്. വൂൾ, അഗ്രോ, ലൈറ്റ് എഞ്ചിനീയറിംഗ്, ലുധിയാന, ജലന്ധർ, അമൃത്സർ. കോയമ്പത്തൂർ, മധുര ഏരിയയിൽ ഏതാ? കോട്ടൺ, നൈറ്റ് വെയർ, എഞ്ചിനീയറിംഗ്. കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, മധുരൈ. തിരുപ്പൂരൊക്കെ എന്തിന്റെ ഏരിയ? തിരുപ്പൂർ എന്തിന്റെ ഏരിയ? തുണികളുടെ ഏരിയ ആണ്, ടെക്സ്റ്റൈലിന്റെ ഏരിയ ആണ്. ഇങ്ങനെ ജസ്റ്റ് ഒരു മാപ്പ്, ഏരിയയുടെ മാപ്പ്, ഈ മേജർ ആയിട്ടുള്ള സാധനങ്ങളുടെ ജസ്റ്റ് ഒരു സാധനങ്ങൾ, ഞാൻ മേജർ ആയിട്ടുള്ള എന്റെ മാത്രം ഒരു ടേബിൾ ഉണ്ടാക്കിയതാണ്. അവിടെയുള്ള മേജർ കമ്പനികൾ ഏതാണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് കൂടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സ്റ്റീൽ, അയൺ ആൻഡ് സ്റ്റീൽ ആണ് മെയിൻ എന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യയുടെ മെയിൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അയൺ ആൻഡ് സ്റ്റീൽ ആണ്. അതിന്റെ ഇമ്പോർട്ടന്റ് കുറച്ച് ഫാക്ട് നോക്കുക. സ്റ്റീൽ ബെൽറ്റ് ഓഫ് ഇന്ത്യ ഏതാ? ഞാൻ പറഞ്ഞു ചോട്ടാ നാഗ്പൂർ ഏരിയ ആണ്. ബൊക്കാറോ, ഭിലായ്, ജംഷഡ്പൂർ, ദുർഗാപൂർ. ഓക്കെ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും ചോട്ടാ നാഗ്പൂർ ഏരിയയിൽ. ഏറ്റവും ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ജംഷഡ്പൂരിലാണ്. ജംഷഡ്ജി ടാറ്റ, അപ്പൂപ്പൻ ടാറ്റ. ഈ ടാറ്റയുടെ ഒക്കെ അപ്പൂപ്പനായിട്ട് ഒരു മേജർ ഫൗണ്ടർ ഓഫ് ടാറ്റ ജംഷഡ്ജി ടാറ്റ. ഏറ്റവും ഫസ്റ്റ് ഗവൺമെന്റ് PSU, പബ്ലിക് സെക്ടർ യൂണിറ്റ്, PSU സ്റ്റീൽ പ്ലാന്റ് ഏറ്റവും ആദ്യത്തെ റൂർക്കേലയിലാണ്. ജർമ്മൻ കൊളാബറേഷൻ കൂട്ടിയിട്ട് ജർമ്മൻ ഗവൺമെന്റിന്റെ കൊളാബറേഷനോടുകൂടി ഉണ്ടാക്കിയതാണ്. ലാർജസ്റ്റ് പബ്ലിക് സ്റ്റീൽ സെല്ലർ ഇപ്പോൾ സിയാലാണ്. ഓക്കെ, സിയാലാണ് ഇപ്പോൾ ഏറ്റവും വലുത്. ലാർജസ്റ്റ് പ്രൈവറ്റ് സ്റ്റീൽ പ്രൊഡ്യൂസർ JSW സ്റ്റീൽ ആണ്. ഇപ്പോ ഏറ്റവും വലിയ സ്റ്റീൽ പ്രൊഡ്യൂസർ JSW സ്റ്റീൽ ആണ്. ഓക്കെ അല്ലേ? Which of the following is the first large scale iron and steel plants in India? ഏതാണ് ഏറ്റവും ആദ്യത്തെ, ഏറ്റവും വലുത് ഏതാണ്? സ്റ്റെറൈൽ ആണോ, ഭിലായി ആണോ, ബൊക്കാറോ ആണോ? ഇല്ല, ടാറ്റയാണ്. ആദ്യത്തേതാ
ടാറ്റയാണ്. ടിസ്കോ ആണ്. ടിസ്കോ എന്ന് വെച്ചാൽ ഏതാ? ടാറ്റയാണ്. ഓക്കെ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ് ആണ് ടിസ്കോ. ഓക്കെ, മുന്നോട്ട് പോയാൽ വിച്ച് ആർ ദ 2 സ്റ്റീൽ പ്ലാന്റ്സ് വെർ സെറ്റപ്പ് ഇൻ കൊളാബറേഷൻ വിത്ത് റഷ്യ? റഷ്യയുടെ കൊളാബറേഷനോട് ഏതാ ഉണ്ടാക്കിയത്? സോ മറ്റ് രാജ്യങ്ങളുടെ സഹായം, ടെക്നോളജിക്കൽ സഹായമാവാം, എങ്ങനത്തെ സഹായമാവാം, മറ്റ് രാജ്യങ്ങളുടെ കൊളാബറേഷനോട് ഉണ്ടാക്കിയത് ചിലപ്പോൾ ചോദിക്കാം. അതിന്റെ ലിസ്റ്റ് കൂടെ നോക്കുക. ഭിലായി സ്റ്റീൽ പ്ലാന്റ്, സിയാലിന്റെ കീഴിലുള്ള ഭിലായി സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ബൊക്കാറോയും റഷ്യയുടെ ടെക്നിക്കൽ ആൻഡ് കൺസ്ട്രക്ഷൻ മെഷീനറി കൊളാബറേഷനിൽ വേണ്ടി ഉണ്ടാക്കിയതാണ്. സോ റഷ്യയുടെ കൊളാബറേഷൻ കൊണ്ട് ഉണ്ടാക്കിയത് വിശാഖപട്ടണം, ഭിലായി, ബൊക്കാരോ. ഇനി UK-യുടെ ഈ പറയുന്ന പോലെ കൊളാബറേഷൻ ഉണ്ടാക്കിയതാണ് ദുർഗാപൂർ. റോർക്കേല ജർമ്മനി, സേലം ജർമ്മനി. ഈ പറയുന്ന ടേബിൾ ഓർത്ത് വയ്ക്കുക. റഷ്യക്ക് 3, ജർമ്മനിക്ക് 2, റോർക്കേലയും സേലവും. വിശാഖപട്ടണം, ഭിലായി, ബൊക്കാരോ റഷ്യ, ദുർഗാപൂർ UK. ഓക്കെ, ഈ സ്ഥലങ്ങൾ ഓർത്ത് വയ്ക്കുക. ഭിലായി ഛത്തീസ്ഗഡിലാണ്, ബൊക്കാരോ ജാർഖണ്ഡിലാണ്, ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്, റോർക്കേല ഒഡീഷയിലാണ്, ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണം, സേലത്തുള്ള തമിഴ്നാട്. സേലം തമിഴ്നാട്ടിലാണ്. സോ ഈ കൊളാബറേഷൻ ഓർത്ത് വയ്ക്കുക. സോ ഇതിന്റെ ആൻസർ ടിസ്കോ വന്നു. ഇതിന്റെ ആൻസർ ചെയ്ത് വരും ബൊക്കാറോ ആൻഡ് ഭിലായി. പ്ലസ് ഒരാളും കൂടെ ഉണ്ട്. ആരാണ് റഷ്യയുടെ മറ്റൊരു സഹായി? വിശാഖപട്ടണം. ഓക്കെ, ദുർഗാപൂർ UK, ബൊക്കാരോ റഷ്യ, റൂർക്കേല ഏതാ? ജർമ്മനി. സോ ഇതെല്ലാം ഓർത്തു വയ്ക്കാം. നമുക്ക് ഇതെല്ലാത്തിനും പഠിച്ചു വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഈ ടേബിൾ ഓർത്തു വയ്ക്കാം. അതിന് മുകളിൽ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിരുന്നു. ന്യൂക്ലിയർ പറഞ്ഞപ്പോ ഒരെണ്ണം പറഞ്ഞിരുന്നു. ആരാ? റഷ്യൻ കൊളാബറേഷൻ. കൂടംകുളത്തിന് റഷ്യൻ കൊളാബറേഷൻ ഉണ്ട്, രാജസ്ഥാനിന് കനേഡിയൻ കൊളാബറേഷൻ ഉണ്ട്, താരാപൂറിന് US-ന്റെ അസിസ്റ്റൻസ് ഉണ്ട്. അതും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കാം കേട്ടോ. ന്യൂക്ലിയറിലുള്ള അസിസ്റ്റൻസ് ഓർത്തു വയ്ക്കുക. താഴെ നമ്മൾ സ്റ്റീലിന്റെ പറഞ്ഞു, സ്റ്റീലിന്റെയും ഓർത്തു വയ്ക്കാം. ചോദ്യം ചോദിക്കാം. ഓക്കെ, ഓൾറെഡി NTPC-യും ഗ്രൂപ്പ് ഡി ഒക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്, ഇനിയും ചോദിക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ ദ ലിസ്റ്റ് ഓഫ് മഹാരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്? അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള മേജർ കമ്പനികളെ 3 ആയിട്ട് തിരിച്ചു. ആദ്യം അതിനെ നവരത്ന എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് തിരിച്ചു. ഈ നവരത്നയിൽ പെട്ട വലിയ കമ്പനികളെ നമ്മൾ മഹാരത്ന എന്ന് വിളിച്ചു. അല്ലാത്ത വേറെ കുറച്ച് കമ്പനികൾ നമ്മൾ മിനി രത്ന എന്ന് വിളിച്ചു. മിനി രത്ന 1, മിനി രത്ന 2. അപ്പൊ ഇതിൽ പ്രശ്നം പറ്റിയ എന്താ? ഇതെല്ലാം കാണാതെ പഠിക്കാൻ എളുപ്പമാണോ? സോ നമുക്ക് ചെയ്യാൻ വരുന്ന പണി എന്താ വെച്ചാൽ നമുക്ക് മഹാരത്നാസിനെ കാണാതെ പിടിക്കാം. അതല്ലാത്തതെല്ലാം മിനി രത്ന എന്ന് വിചാരിക്കാം. ഓക്കെ, മഹാരത്നയെ കാണാതെ പഠിക്കാം. സോ ഈ ക്വസ്റ്റ്യനിൽ മഹാരത്ന ഏതാന്ന് ചോദിച്ചേക്കുന്നത്? നമുക്ക് മഹാരത്ന നോക്കാം. ഭാരത് ഹെവി ഇലക്ട്രിക്സ് ലിമിറ്റഡ്, ബെൽ ഫുൾ ഫോം പഠിക്കുക. ഭാരത് പെട്രോ കോർപ്പറേഷൻ ലിമിറ്റഡ്, BPCL ഓയിൽ ആൻഡ് ഗ്യാസിന് വേണ്ടിയുള്ളത്. കോൾ ഇന്ത്യ ലിമിറ്റഡ് മൈനിങ്ങിന് വേണ്ടിയുള്ളത്. ഗിയാല് എന്തിനാ? ഗ്യാസ്, നാച്ചുറൽ ഗ്യാസിനുള്ളത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL ഡിഫൻസ് ആൻഡ് എയറോസ്പേസിനുള്ളത്, നമ്മളെ ഹെലികോപ്റ്റർ വിമാനമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം HP, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOCL, നമ്മൾ പെട്രോൾ അടിക്കുന്ന സ്ഥലങ്ങളാണ്, നമുക്കറിയാം. NTPC പവർ ജനറേഷൻ. ഓക്കെ, അടുത്തത് ഓയിൽ ആൻഡ് ഗ്യാസ് കോർപ്പറേഷൻ ONGC, ഇന്ത്യയിലെ മൊത്തം ഓയിലും ഗ്യാസും നോക്കുന്ന ആൾക്കാരാണ് ONGC. പവർ ഗ്രിഡ് അല്ലെങ്കിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സ്റ്റീൽ അതോറിറ്റി, സിയാൽ, ONGCയുടെ വിദേശ് ലിമിറ്റഡ്, അതായത് ഓവർസീസ് എയർ എക്സ്പ്ലോറേഷൻ ഉപയോഗിക്കുന്നത്. സിയാൽ നമുക്കറിയാം ഏതാണ്, സ്റ്റീൽ മാനുഫാക്ചർ. പവർ ഗ്രിഡ് എന്തിനുള്ളതാ? ഇലക്ട്രിക് ലൈൻസിലൂടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളതാ. സോ ഇത്രയും പേരാണ് മേജർ ആയിട്ടുള്ള മഹാരത്നാസ്. സോ ഈ ക്വസ്റ്റ്യനിൽ നോക്കുക, ഇന്ത്യ ടൂറിസം, നമ്മൾ ടൂറിസത്തിന്റെ ആളെ പറഞ്ഞിട്ടില്ല, കോൾഫീൽഡിന്റെ ആളെ പറഞ്ഞിട്ടില്ല, ഷിപ്പ് യാർഡിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല. സോ ആകെ കോൾ ഇന്ത്യ ലിമിറ്റഡ് മാത്രമേ മഹാരത്നയുള്ളൂ. സോ മഹാരത്ന പഠിച്ചാൽ ഓക്കെയാണ്, അതെങ്കിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണെങ്കിൽ അതെങ്കിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, മഹാരത്ന. സോ ഇതിന്റെ ആൻസർ കോൾ ഇന്ത്യ ലിമിറ്റഡ്. അടുത്ത നമുക്ക് നോക്കാം, which of the following city is famous for diamond industry? ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, സൂററ്റ് ആണ് ഡയമണ്ട് ഇൻഡസ്ട്രിക്ക് ഫേമസ്. പക്ഷേ ഇനിയും ചോദിക്കാം, സഹാറാൻപൂർ സിറ്റി ഇൻ ഉത്തർപ്രദേശ് എന്തിന് ഫേമസ് ആണെന്ന് ചോദിക്കാം. മുറാദാബാദ് ഈസ് റിനോൺഡ് ഫോർ ഡാഷ് വർക്ക്, എന്തിനാണെന്ന് ചോദിക്കാം. ബാംഗിൾസിന് വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള സിറ്റി ഏതാണെന്ന് ചോദിക്കാം. സോ ഈ ചോദ്യത്തിന് എന്ത് ചെയ്യും? അതിന് ഞാനൊരു ടേബിൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, പഠിക്കുക. കൊൽക്കത്ത, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത ജൂട്ടിന് ഫേമസ് ആണ്. നമുക്കറിയാം വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ജൂട്ട് ഉണ്ടാവുന്നത്. സോ ജൂട്ടിന് ഫേമസ് ആണ്. ഡാർജിലിംഗ് ടീക്ക് ഫേമസ് ആണ്. ജംഷഡ്പൂർ, ജംഷഡ്ജി ടാറ്റ, ടാറ്റയുടെ സ്റ്റീൽ ഇൻഡസ്ട്രി,
സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നാ വിളിക്കുന്നത്. റാഞ്ചി ഹെവി എഞ്ചിനീയറിംഗ് പ്രത്യേകത ഉള്ള സ്ഥലമാണ്. ബാംഗ്ലൂരു IT സ്റ്റാർട്ടപ്പ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. മൈസൂർ സിൽക്ക് ആൻഡ് സാൻഡൽ, മൈസൂർ സിൽക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൈസൂർ സാൻഡൽ സോപ്പ്, നിങ്ങൾ സോപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മാസം ഫ്രീ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം മൈസൂർ സാൻഡൽ സോപ്പ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മൈസൂർ ചെല്ലുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമ്പനീസ് എല്ലാം കാണുന്നുണ്ടാവും. അടുത്തത് ചെന്നൈ ഓട്ടോമൊബൈൽ ഹബ്ബാണ്. ഡെട്രോയിറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന US ഡെട്രോയിറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പണ്ട് ഓട്ടോമൊബൈലിന്റെ മെയിൻ കേന്ദ്രമായിരുന്നു. സോ ഇന്ത്യയിലെ ചെന്നൈ ആണ് ഡെട്രോയിറ്റ് ഓഫ് ഇന്ത്യ. തിരുപ്പൂർ നിറ്റ്വെയർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിന്റെ സ്ഥലമാണ്. കോയമ്പത്തൂർ മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ, ടെക്സ്റ്റൈൽസിന് വേണ്ടിയുള്ളതാണ്. ഹൈദരാബാദ് IT ആൻഡ് പേൾസ്, സിറ്റി ഓഫ് പേൾസ്. ശ്രീനഗർ കാർപ്പറ്റ് ആൻഡ് പഷ്മീന ഷോൾ, വെന്നീസ് ഓഫ് ഈസ്റ്റ് എന്ന് വിളിക്കുന്നത്, ഈസ്റ്റിന്റെ വെന്നീസ്. അമൃത്സർ വൂൾ ആൻഡ് ടെക്സ്റ്റൈൽസ്. ലുധിയാന ഹോയ്സർ ആൻഡ് സൈക്കിൾ, അതായത് ഇൻഡസ്ട്രിയൽ ഹബ്ബാണ്, മാഞ്ചസ്റ്റർ ഓഫ് പഞ്ചാബ് എന്ന് വിളിക്കുന്നത്. ജയ്പൂരിനെ പിങ്ക് സിറ്റി എന്ന് വിളിക്കുന്നുണ്ട്, ജെംസ് ജ്വല്ലറി ഹാൻഡിക്രാഫ്റ്റ്സിനാണ് മെയിൻ. രാജസ്ഥാനിലെ ഹാൻഡിക്രാഫ്റ്റ്സിനൊക്കെ മേജറാണ്. വിശാഖപട്ടണം ഷിപ്പ് ബിൽഡിങ്ങിന് മേജറാണ്, സിറ്റി ഓഫ് ഡെസ്റ്റിനി എന്ന് വിളിക്കുന്നു. പോർട്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ തുറമുഖമുള്ള ഒരു സിറ്റിയാണ് വിശാഖപട്ടണം. അതുകൊണ്ട് ഷിപ്പിങ്ങും സ്റ്റീലുമാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പേജ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇതുപോലെ തന്നെ UPയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ, സഹറൻപൂർ വുഡ് കാർവിംഗ്, മൊറാദാബാദ് ബ്രാസ് വർക്ക്, ബ്രാസ് സിറ്റി ഓഫ് ഇന്ത്യ, പീത്തൽ നഗരി എന്ന് അറിയപ്പെടുന്നത്. ഫിറോസാബാദ് ബാംഗിൾ സിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ സിറ്റി ഓഫ് ബാംഗിൾസ്, സുഹാഗ് നഗരി. അലിഗഡ് ലോക്സ് ആൻഡ് ഹാൻഡ്വേഴ്സ്, സിറ്റി ഓഫ് ലോക്സ് എന്ന് അറിയപ്പെടുന്നു. വാരണാസി ബനാറസ് സിൽക്കിന് അറിയപ്പെടുന്നു. കാൺപൂർ ലെതറിനും ടെക്സ്റ്റൈൽസിനും, മാഞ്ചസ്റ്റർ ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. ലക്നൗ ചിക്കൻ എംബ്രോയിഡറി, ചിക്കൻകാരി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ലക്നൗ ചിക്കൻകാരിക്ക് വേണ്ടി അറിയപ്പെടുന്നു. സൂററ്റ് ഡയമണ്ടിന് അറിയപ്പെടുന്നത്, സൂററ്റ് ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ. അഹമ്മദാബാദ് കോട്ടൺ, മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അഹമ്മദാബാദ് ആണ്. ജാംനഗർ ബ്രാസിനും ഓയിലിനും അറിയപ്പെടുന്നു, ജാംനഗറിലേതാ റിലയൻസിന്റെ റിഫൈനറി ഉള്ള സ്ഥലമാണ് ജാംനഗർ. മുംബൈ ഫിലിം ആൻഡ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, സിറ്റി ഓഫ് ഡ്രീംസ് എന്നും ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. പൂനെയിലെ ഓട്ടോമൊബൈൽ എഡ്യൂക്കേഷൻ, ഓക്സ്ഫോർഡ് ഓഫ് ഈസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. കൊൽക്കത്ത ജൂട്ട് ഇൻഡസ്ട്രി, നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞതാണ്. സോ ഈ ഒരു ടേബിൾ എങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കാം. നമുക്ക് ഈ ഒരു ടേബിൾ എങ്കിലും ഉണ്ടെങ്കിലേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നോക്കാം. ഡയമണ്ട് ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ എവിടെയാ? രാജസ്ഥാൻ. സഹറൻപൂർ എന്തിനാ ഫേമസ്? വുഡ് കാർവിംഗിന് ഫേമസ് ആണ്. മുറാദാബാദ് എന്തിനാ ഫേമസ്? ബ്രാസിന് ഫേമസ് ആണ്. ഉത്തർപ്രദേശിലെ ബാംഗിൾസിന് ഫേമസ് ഉള്ള സിറ്റി ഏതാ? ഫിറോസാബാദ് ആണ്. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ടേബിൾ പഠിച്ചു വയ്ക്കുക. സോ ബേസിക്കലി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സംഭവിച്ചത് എന്താ? എക്കണോമിക് ജോഗ്രഫിയുടെ ഭാഗമാണ്. കുറെ ടേബിളുകൾ, കുറെ ഫാക്റ്റുകൾ കാണാതെ പഠിക്കുക. ഇവിടെ കൺസെപ്റ്റ് ഒന്നും മനസ്സിലാക്കി പഠിക്കാനില്ല. ഇവിടെ റിവൈസ് ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ഇതൊക്കെ നോട്ടിൽ ആഡ് ചെയ്യുക, വായിച്ചുകൊണ്ടേയിരിക്കുക. വേറെ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനില്ല ഈ ഏരിയയിൽ. ഓക്കെ, സോ ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ആകെ ചെയ്യാനുള്ളത് മാപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇന്ത്യൻ്റെ സ്ഥലങ്ങളെ മാപ്പ് ചെയ്യുക. ഇന്ത്യയിലെ മാപ്പിംഗ് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റും. അത് ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിൽ ഏതൊക്കെ ചോദിക്കാം, മൗണ്ടൻസ് ചോദിക്കാം, നമ്മൾ പഠിച്ചിട്ടുള്ള മൗണ്ടനുകൾ, ക്ലൈമറ്റിൽ നമ്മൾ മിസോറാം ചിറാപൂഞ്ചി പഠിച്ചോ, ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാം, ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിക്കാം. മാപ്പിംഗിൽ മൗണ്ടൻസ് ചോദിക്കാം, പ്ലേറ്റ്യൂസ് ചോദിക്കാം, അല്ലെങ്കിൽ JNK ഇപ്പോൾ കരേവ സോയിൽ കാണപ്പെടുന്ന എവിടെയാണെന്ന് ചോദിക്കാം. അങ്ങനെ ഒരുപാട് മാപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. ബാക്കി ഇന്ത്യൻ ജോഗ്രഫിയിലെ മിക്കവാറും സാധനങ്ങൾ എന്ത് ചെയ്തു? റിവൈസ് ചെയ്തു. ഇത്രയൊക്കെ ചോദിക്കാനുള്ളൂ. ഇനി വരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏരിയ എന്നൊക്കെ ചോദിക്കാൻ പറ്റും, അല്ലാതെ കൺസെപ്റ്റൽ ആയിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏരിയ മൊത്തം നമ്മൾ കവർ ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിലുള്ളത്? മിനറൽസിലും ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ എനർജിയിലും ഉള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞ ആ ടേബിൾസ് ഒക്കെ ഒന്ന് കോർത്തിണക്കി വെക്കുക, നോട്ടിൽ എഴുതി വെക്കുക, അത് റിവൈസ് ചെയ്യുക. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. NCERT-നെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ എക്കണോമിക് ജോഗ്രഫി മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? മിക്കവാറും NCERT-ന്റെ ചോദ്യങ്ങളുള്ളത്. അതല്ലാത്ത ചോദ്യങ്ങളുടെ ടേബിളുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഒരു കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠിത്തത്തിന് പോകേണ്ട കാര്യമില്ല. കാര്യം എന്താ? ഈ ഏരിയ ചോദ്യങ്ങൾ വളരെ കുറവാണ്. റാൻഡം ആയിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു, അത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.